ഹരേ ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ? നമ്മളതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകുറ്റങ്ങൾ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കരുത്, സങ്കടപ്പെടരുത്. ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സങ്കടപ്പെടുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും ക്ഷമിക്കാൻ പഠിക്കണം, ക്ഷമയുള്ളവരായിരിക്കണം. സ്വയം നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കണം. ആദ്യം സ്വയത്തെ സംരക്ഷിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് വിശ്വപരിവർത്തനം നടത്താനാവൂ. അപ്പോൾ സ്വയത്തെ സംരക്ഷിക്കണം, കാത്തു പരിപാലിക്കണം. വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ വിഷമിക്കുന്നത് നമ്മൾ സ്വയം ഒഴിവാക്കണം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ നന്മകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആ കാരുണ്യമൂർത്തിയായ ആ ഭഗവാനെ സ്മരിക്കണം. സർവശക്തനായ ആ ദൈവം, സർവവ്യാപിയായ ദൈവം നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ നന്മകൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നന്മകളെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചല്ല, നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ കൃപാകരുണാ കടാക്ഷങ്ങൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമുക്ക് എന്തെല്ലാം അറിവും കഴിവും ബുദ്ധിയും ശക്തിയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കഴിവുകളെ ഓർത്താണ് നമ്മൾ ദൈവത്തെ സ്മരിക്കേണ്ടത്, നമ്മുടെ കുറവുകളെ ഓർത്തല്ല. നമ്മുടെ കുറവുകൾ നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ കാണണം. കുറവുകളെ നമ്മൾ എന്താക്കി മാറ്റണം? അറിവും കഴിവും ബുദ്ധിയും ശക്തിയുമാക്കി കരുത്തുറ്റ ഊർജമുള്ള ജീവിതമാക്കി മാറ്റണം. അതിന് നമുക്ക് എന്താവശ്യമാണ്? പോസിറ്റീവ് എനർജി ആവശ്യമാണ്. പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ ദൈവത്തിൻ്റെ പ്രാർത്ഥനാശക്തിയിലൂടെ മാത്രമേ നമുക്ക് പോസിറ്റീവ് എനർജി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് വേണം? പ്രാർത്ഥനാശക്തി വേണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും കൃത്യസമയത്ത് നമ്മൾ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും. പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും മാത്രമല്ല കേട്ടോ. നമുക്ക് ഏത് സമയത്തും ഏതവസ്ഥയിലും നമുക്ക് ദൈവത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം.